ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനൊരു സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ബേസിക് ആയിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഏജ്, പ്ലേസ് അതൊക്കെ ആദ്യം ഒന്ന് പറയാൻ വിചാരിച്ചു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ബേസിക് ആയിട്ട് ഇൻഫോർമേഷനിലേക്ക് കിടക്കാം. ആദ്യം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാൽ, എൻ്റെ പ്ലേസ്, എൻ്റെ ഏജ്, എൻ്റെ ഇക്കാടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കിപ്പോൾ 27 വയസ്സായി. ഞാൻ 1998 മാർച്ച് 3 എൻ്റെ ബർത്ത്ഡേ. ഗിഫ്റ്റ് അയക്കണ ഒരു കഴിച്ചോട്ടാ. അപ്പോൾ എനിക്ക് 27 വയസ്സായി. പക്ഷെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കില്ല, എന്താ ചെയ്യുക. പിന്നെ ഒരു കുഞ്ഞു ബേബി ഉണ്ട്, അവനക്കിപ്പോൾ 2.5 ഇയേഴ്സായി. പിന്നെ എൻ്റെ വീട് തൃശ്ശൂരിൽ കേച്ചേരി എന്ന സ്ഥലത്താണ്. ഇക്കാട് വീട് ഷൊർണൂർ, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. എല്ലാവർക്കും ഷൊർണൂർ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, ഞാൻ, അനിയൻ ഇപ്പോൾ ഇതാ എൻജിനീയറിങ് കഴിയാറായി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ലാസ്റ്റ് ഇയർ ആണ്. ഇക്കാട് വീട്ടിൽ ഉമ്മ, ഉപ്പ, 5 കുട്ടികളുണ്ട്. മൂത്തത് ഇക്ക എൻജിനീയർ ഗൾഫിലാണ്. ഇക്കാടെ വൈഫ് 2 കുട്ടികൾ. പിന്നെ എൻ്റെ ഇക്ക ഗൾഫിൽ. പിന്നെ ഉള്ളത് മൂത്ത അനിയത്തി, അവൾ ലണ്ടനിൽ. പിന്നെ താഴെ 2 അനിയത്തി, രണ്ടാളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ഇൻഫോർമേഷൻസ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഖത്തറിൽ എവിടെയെന്നാണ്. ഞങ്ങൾ ഖത്തറിൽ തുമാമയിലാണുള്ളത്. കുറേ ഫുർജാൻ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ തുമാമയിൽ. ഖത്തറിലുള്ളവർക്കാണെങ്കിൽ ഫുർജാൻ 34 ആണെന്ന് തോന്നുന്നത് ഞങ്ങളുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ ജോബ് ചെയ്യുന്നുണ്ടോ, എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ? ഞാൻ കറൻ്റ്ലി ജോബൊന്നും ചെയ്യണില്ല. എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ BCom കംപ്ലീറ്റ് ആക്കി ഫിനാൻസിൽ. പിന്നെ അതുപോലെ തന്നെ ടാലി, വാറ്റ്, GST, SAP അങ്ങനത്തെ ക്ലബ് കോഴ്സ് ഒരു 1 ഇയറോളം കംപ്ലീറ്റ് ആക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ജോബും കാര്യങ്ങളൊന്നും ഇല്ല കറൻ്റ്ലി. പിന്നെ ഖത്തറിലത്തെ ഞങ്ങളെ റൂമിൻ്റെ റെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ റൂം ടൂറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 3100 ആണ്, ഇൻക്ലൂഡിങ് ഇൻ്റർനെറ്റ് ഇതില്ല. ഞങ്ങൾ അൺഫർണിച്ചർ റൂമിൽ നിന്ന് ഫർണിച്ചേഴ്സൊക്കെ നമ്മളിൽ പിന്നെ ഉള്ളതാണ്. ഫർണിച്ചർ ഇല്ലാണ്ടാണ് ഈ റേറ്റ്. പിന്നെ ഹസ്ബൻഡ് ജോബ് എന്താ ചോദിച്ചിട്ടുണ്ട്. ഇക്ക ഖത്തറിലാണ്, ട്രിപ്പിളിയാണ്, എൻജിനീയറായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ ഞാൻ ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്തൊരു തിങ്, അതായത് ഞാൻ ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്ത തിങ് എന്താ വിചാരിച്ചാൽ 2 തിങ്സിൻ്റെ. ഒന്ന്, ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അറൗണ്ട് 3 ഇയേഴ്സ് 4 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജ് എല്ലാവരും ഇങ്ങനെ യൂട്യൂബിൽ പച്ച വെച്ച് വരുന്ന സ്റ്റേജ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തുടങ്ങി പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനായി അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് സമയത്ത് ഞാൻ എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് അത് നിർത്തി. പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തില്ല. അത് ഞാൻ ഏറ്റവും വലിയ റിഗ്രറ്റ് ചെയ്യണ തിങ്ങാണ്. കാരണം ഞാനിപ്പോൾ അത് ആ സമയത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെന്നെ ആയാലും എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല റീച്ചും. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ അറിയപ്പെടുന്ന യൂട്യൂബർ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ പെട്ടെന്ന് ആൾക്കാർ എമേർജിങ് ആയിട്ടുണ്ടെന്നുള്ളൂ യൂട്യൂബിൽ. ഇപ്പം എന്ന് പറഞ്ഞാൽ മുമ്പേ യൂട്യൂബേഴ്സ് അല്ല. ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് എമേർജായി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ അക്കൗണ്ട്സ് അക്കാഡമിയിൽ ഞാൻ ഇത് ചെയ്തിരുന്നില്ല, ക്ലബ് കോഴ്സ്, ടാലിൻ, GST, വാറ്റൊക്കെ. അത് കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ അത്യാവശ്യം ആ സമയത്ത് നല്ല പോലെ വർക്കുകളൊക്കെ ചെയ്തിരുന്നിട്ടാ. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് പറയുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സമയമായിരുന്നു. എനിക്ക് വർക്കൊക്കെ ഞാൻ വേഗം ചെയ്തിരുന്നു. അപ്പം എന്നോട് കഴിഞ്ഞ ഉടനെ അവിടെ ട്രെയിനി ആയിട്ട് നിന്നോളാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേണ്ട പറഞ്ഞു. എൻ്റെ കല്യാണമൊക്കെ എനിക്ക് വേണ്ട, ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കട്ടെ കുറച്ച് ആളെന്നൊക്കെ വേണ്ട പറഞ്ഞു. അതിന് ശേഷം അവിടുന്ന് വിളിച്ചിട്ടാണ് ട്രെയിനായിട്ട് വേണമെങ്കിൽ നിന്നോ. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ വലിയ റിഗ്രറ്റ്. കാരണം ഞാൻ ആ ട്രെയിനായിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പൊക്കെ ജോലി ചെയ്യാളൊരു ഭയങ്കര മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അതുപോലെ ട്രെയിനായിട്ട് നിന്ന് അത്യാവശ്യം തുടങ്ങി ഇപ്പോൾ ജോലി ചെയ്യാൻ ഞാൻ ഇപ്പോൾ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ ജോലി ചെയ്യാളൊരു മടി. അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ അവരുതായി. അപ്പം അത് ഞാൻ ഏറ്റവും വലിയ റിഗ്രറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫേവറേറ്റ് ഫുഡ് കുക്ക്ഡ് ബൈ മദർ ആൻഡ് മദർ ഇൻ ലോ. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത്, എൻ്റെ അമ്മയമ്മ ഉണ്ടാക്കുന്നത് ഏത് ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം? ഉമ്മ ഉണ്ടാക്കുന്നതിലേക്ക് ബീഫ് ബിരിയാണി, അതുപോലെ ചിക്കൻ പൊരിച്ചത്. ഉമ്മയുടെ ചിക്കൻ പൊരിച്ചതിൻ്റെ അത്രയും ചിക്കൻ പൊരിച്ചത് ഇതുവരെ തിന്നിട്ടില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കണതിലേക്ക് കൂന്തൾ, ചെമ്മീനൊക്കെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കും. അതുപോലെ ബീഫ് മുരിപ്പിച്ച്, ഈ 3 അടിപൊളിയാണ് ഉമ്മയുടെ. ഇതാണ് എനിക്ക് ഇഷ്ടം. എൻ്റെ ഉമ്മ ഉണ്ടാക്കണതിൽ ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയാണ്.
പിന്നെ ഗുഡ് ക്വാളിറ്റി ഓഫ് ബോത്ത് മദർ ആൻഡ് മദർ ലോ. അപ്പൊ ആദ്യം ഉമ്മാട് പറയാം. ഉമ്മയുടെ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഉമ്മക്ക് ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി ട്രീറ്റ് ചെയ്യാൻ, അതായത് ഉമ്മക്ക് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുക, കുക്കിങ് ചെയ്യുക. ഉമ്മ നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ കുക്കിങ് ചെയ്ത ആൾക്കാർക്ക് ട്രിപ്പ് ഷാമിയൊക്കെ കൂടെ ചെന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കും. ഭയങ്കര ഇഷ്ടം ഉമ്മക്ക്. ഞാൻ ചെന്നാലും അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ പറയുമ്പോൾ നല്ലപോലെ ഇങ്ങനെ കെയർ ചെയ്യുക, അങ്ങനത്തെ സ്നേഹം കാണിക്കുക, അങ്ങനത്തെ ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഷാമിയക്കയുടെ ഉമ്മയുടെ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഉമ്മ അധികം ആരോട് അങ്ങനെ ചൂടാവോ പ്രതികരിക്കുക അങ്ങനത്തെ ഒന്നും ടൈപ്പല്ല. കുറച്ചൊന്ന് ഉള്ളിക്കായിട്ട് അങ്ങനെ ഒരു ചൂടാവണം ഞാൻ കണ്ടിട്ടില്ല ഉമ്മ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വാളിറ്റി പറയുന്നത് ഭയങ്കര ഇമോഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതായത് പെട്ടെന്ന് ടെൻഷൻ ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക അങ്ങനത്തെ ഒന്നുമില്ല. ഇതാണ് ഏറ്റവും വിറ്റുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. എനിക്ക് ചിരി വന്നത്. ഹസ്ബൻഡിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൾഫിൽ നിന്ന് പെട്ടെന്ന് വന്നല്ലോ, എന്നിട്ട് ഇവിടെ ഹസ്ബൻഡിനായിട്ടുള്ള ഒരു കാര്യങ്ങളും പിന്നെ കണ്ടിട്ടില്ല, ഒരു വീഡിയോസും കണ്ടിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ പൊന്നാര മക്കളെ, ഇക്കു ഷാമിയൊക്കെ ആയിട്ട് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യാം. ഗൾഫിൽ പിന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് പെട്ടെന്ന് വന്നത്? അപ്പോൾ പെട്ടെന്ന് വരാനുള്ള കാരണം മെഡിക്കലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നത്. അല്ലാണ്ട് ഹസ്ബൻഡിനായി തല്ലുകൂടിയിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത്, ഞാൻ ഹസ്ബൻഡിനായി തിരിച്ചു പോകില്ല, അങ്ങനത്തെ കേസൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചോദിക്കട്ടെ, പിന്നെ എന്താ ഹസ്ബൻഡിൻ്റെ അടുത്ത് തിരിച്ചു പോവാത്തത്, ഇപ്പം എന്തെങ്കിലും പ്രശ്നമായിട്ടാണല്ലോ നാട്ടിൽ നിൽക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഞാൻ 1 മന്തിന് വേണ്ടിയിട്ട് വന്നത്, പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായി വിചാരിച്ചാൽ 1 മന്തിന് പോകണ്ട വിചാരിച്ചു. കാരണം മെയ്യിൽ ഷാമിയൊക്കെ ഇങ്ങോട്ട് വരും, മെയ് ലാസ്റ്റ്ക്ക്. അപ്പോൾ ഈ ഏപ്രിൽ ഫസ്റ്റ് മുതൽ മെയ് വരെ 1 മന്തിന് വേണ്ടി പോകണ്ടല്ലോ. ഐബോന് ഇപ്പോൾ 2 വയസ്സായപ്പോൾ ഫുൾ ടിക്കറ്റ് ഒക്കെ എടുക്കണം. പിന്നെ എന്തിനാണ് 1 മാസത്തിന് വേണ്ടി പോകണമെന്ന് വിചാരിച്ചു. പിന്നെ മെയ് മുതൽ ഏകദേശം ജൂലൈ വരെ ഷാമിയൊക്കെ കൂടെ ഉണ്ടാവും. പിന്നെ ജൂലൈ എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചത്. അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കരുത്. ഓരോന്ന് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലായി എന്ത് പ്രശ്നം, ഒരു പ്രശ്നം. ഞാൻ അങ്ങനത്തെ വേണ്ടി നാട്ടിക്ക് വന്നതാണ്. എത്ര ഇയർ ലവ് ആക്കിയിട്ടാണ് മാരേജ് കഴിഞ്ഞത്? എത്ര ഇയർ ആയി ലവ് ചെയ്തിട്ട്? ഞങ്ങൾ 2015 ഏപ്രിൽ 4-നാണ് ഞങ്ങൾ സെറ്റായത്. 2050 ഇപ്പോൾ 2025 10 ഇയേഴ്സായി ഞങ്ങൾ ലവ് തുടങ്ങിയിട്ട്. 10 ഇയേഴ്സ് വല്ലാത്തൊരു സംഭവം തന്നെ. അപ്പോൾ 2015 2021 എൻ്റെ കല്യാണം കഴിഞ്ഞതായി ഗസ്. അപ്പോൾ 2021 അല്ല 22 എന്തോ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, പ്രേമിച്ചിട്ട് 6 വർഷമായി, മൊത്തം കൂടിയിട്ട് 10 വർഷം. അപ്പോൾ 6 വർഷം പ്രേമിച്ചിട്ടാണ് കല്യാണം അയച്ചത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഷാമിയാക്കളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആൻഡ് ബാഡ് ക്വാളിറ്റി. ഷാമിയാക്കളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതായത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം തോന്നി ചെയ്യാം, എന്തെങ്കിലും പോകണം തോന്നി പോവാം. അല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ആൾ ഭയങ്കര ചില്ല് കൂളാണ്. അങ്ങനെ കാര്യങ്ങളൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കില്ല, ഒക്കെ ചിൽമൂളിൽ എടുക്കുന്ന ആളാണ്. ബാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താണ് തോന്നുന്നത് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ? അപ്പം ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഇപ്പോൾ ഷാമിയാക്കൊക്കെ എങ്ങനെയും പോകണമെങ്കിൽ ഷാമിയാക്കൊക്കെ പോവുക, ഷാമിയാക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവുക, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. പ്രത്യേകിച്ച് അങ്ങനെ ഡിപ്പെൻഡൻസ് അങ്ങനത്തെ ഒന്നുമില്ല. അതുപോലെ എനിക്ക് എങ്ങനെയും പോകണമെങ്കിൽ പോവാം, ഈ അനുവാദം ചോദിക്കുക, അങ്ങോട്ട് പോകണ അനുവാദം ചോദിക്കുക, ഇത്ര ദിവസം അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണ അനുവാദം ചോദിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഷാമിയൊക്കെ എന്തെങ്കിലും ചെയ്യാം, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ആ ഒരു ലെവലിൽ പോകണം. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ അങ്ങനത്തെ ഒന്നുമില്ല. ഷാമിയൊക്കെ അന്ന് ഞാൻ എന്തൊരു കാര്യം പറയുമ്പോൾ ഷാമിയൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാനൊരു ഇൻഡിവിജ്വലാണ്, ഷാമിയൊക്കെ ഇൻഡിവിജ്വലാണ്. നമുക്ക് നമ്മളുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ട്, ഷാമിയൊക്കെ ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടില്ലേ അവൾക്ക് ഞാൻ ഫ്രീഡം കൊടുത്ത്, ഷാമിയൊക്കെ എന്തിനാണ് ഫ്രീഡം കൊടുക്കണത്? നമുക്ക് ഇഷ്ടം നമുക്ക് ചെയ്യാം. നല്ല ഷാമിയൊക്കെ അറിയാം ഞാൻ എന്തായാലും അതിരി വിട്ട് പോകില്ല, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഇക്കുറേ ഷാമിയൊക്കെ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നല്ലപോലെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഏറ്റവും ഞങ്ങളൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ തോന്നിയുള്ള കാര്യം. പിന്നെ ചോദിച്ചുള്ളത് ഹൗ മച്ച് യു ഏൺ ഫ്രം യൂട്യൂബ്. സത്യം പറഞ്ഞാൽ ഒരു 5 പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം അറൗണ്ട് 7 to 8 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ വ്യൂസ് അത്രയ്ക്ക് അങ്ങോട്ട് കയറാത്തത് കൊണ്ട് നമുക്ക് ഡോളേഴ്സ് കയറിയിട്ടില്ല. $100 ആവണം. അറൗണ്ട് 7,000 8,000 എത്രയോ $100 ആയാൽ മാത്രമേ നമുക്ക് ബാങ്കിലേക്ക് പൈസ വരുള്ളൂ, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ 7-8
വീഡിയോ ഇട്ടിട്ട് ആകെ $5 ആയിട്ടുള്ളൂ. അപ്പൊ നല്ല പണിയാണ്. ഈ $100 ആവുന്ന എനിക്ക് തോന്നില്ല, ഇപ്പൊ അടുത്തൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ സഹായിക്കുക, വേഗം വീഡിയോസ് ഒക്കെ കാണുക. അപ്പൊ $100 മാത്രം കയ്യിൽ കിട്ടുള്ളൂ. ഇപ്പൊ അടുത്തൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആണോ നിന്റെ വീട്ടിലാണോ നിൽക്കാൻ കൂടുതൽ ഇഷ്ടം? ഈ ക്വസ്റ്റ്യൻ ഞാൻ മുമ്പും ആൻസർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടുള്ളൂ. എത്ര ഇവിടെ കംഫർട്ടബിൾ ആണെങ്കിലും പ്രശ്നമില്ലെങ്കിൽ സ്മൂത്തായി പോയാലും 4 വർഷമല്ലായിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത് ഞാൻ ജനിച്ച മുതൽ 26 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണ്ട. അപ്പം എന്തുകൊണ്ട് എൻ്റെ വീട്ടിലല്ലേ കംഫർട്ടബിൾ ഉണ്ടാവുക? ഏറ്റവും ഇഷ്ടം എവിടെ പോയാലും എൻ്റെ വീട്ടിലെത്തി എൻ്റെ ഒരു ടി വി ഉണ്ട്, ടി വി ഹോളുണ്ട്. ആ ടി വി ഹോളിൻ്റെ അവിടെ എൻ്റെ സോഫയിലിരുന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം തിന്നാൻ അത്ര സുഖം വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സുഖം. ഏറ്റവും മനസ്സിന് ആശ്വാസമുള്ള കാര്യം അതാണ്. പിന്നെ സെക്കൻഡ് മാരേജ് നോക്കുന്നുണ്ടോ? നോക്കണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അടിയിൽ നിബന്ധനകൾ പറയട്ടാ. അപ്പം ഞാൻ പറയാം, ഇനി ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലായാലും വേറൊരാൾ എനിക്ക് വേണ്ട ഷാമിയക്കല്ലാണ്ട്. കാരണം ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞാൻ വല്ലാണ്ട് മാറിയിട്ടില്ല എന്ന്. ഞാൻ മാറാത്തതിന് മെയിൻ കാരണം ഷാമിയൊക്കെ. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും, നമ്മളെ സ്വഭാവം ചേഞ്ച് വരും, പക്ഷെ ഇന്നെ ഇതുവരെ മാറില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഷാമിയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ മാറ്റാനുള്ള ഒരു കാര്യങ്ങളും വരുത്തിയിട്ടില്ല. അപ്പം ഖത്തറിലേക്ക് എന്നാണ് പോണത്? നാട്ടിലാണോ ഖത്തറിലാണോ നിൽക്കാൻ ഇഷ്ടം? ഖത്തറിലേക്ക് ഞാൻ അതുപോലെ പറഞ്ഞ പോലെ ഷാമിയൊക്കെ മെയിൽ വരുന്നുണ്ട്. ജൂലൈ ഫസ്റ്റ് ആകുമ്പോൾ ഷാമിയൊക്കെ പോവും. പിന്നെ ഇക്കിൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ട് ജൂലൈ ലാസ്റ്റിക്ക്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇൻഷാ അള്ളാ ഓഗസ്റ്റിൽ ഞാൻ പോകണമെന്നാണ് വിചാരിക്കുന്നത്. സോഫാർ അങ്ങനെയാണ് പ്ലാന്. ഇതുവരെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ ഓഗസ്റ്റിൽ പോകും. ഖത്തറിലാണോ നാട്ടിലാണോ നിൽക്കാൻ ഇഷ്ടം? അതായത് ഇപ്പം എനിക്കിപ്പോൾ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ, അതായത് ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഖത്തറാണെന്നുകൂടി അടിപൊളി. കാരണം നമുക്ക് എപ്പോഴും പുറത്തു പോവാം, കുറച്ചുകൂടി സേഫാണ്. ആ ഫുഡ് കഴിക്കുക, ഈ ഫുഡ് കഴിക്കാം. പിന്നെ അതുപോലെ ഈ ഓരോ ഇതില്ല, ആൾക്കാരിങ്ങനെ അത് പറയോ ഇത് പറയോ, ആൾക്കാർ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാണ്ട് സൂപ്പർ ലൈഫ് സ്റ്റൈൽ വൈസ് നോക്കുമ്പോൾ ഖത്തറാണ് അടിപൊളി. പക്ഷെ ഫാമിലി വരെ നോക്കുമ്പോൾ നാട്ടാണ് ഇഷ്ടമാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ജോയിന്റ് ഫാമിലിയിൽ ജീവിച്ച ആളാണ്. കുറേ ആൾക്കാരുണ്ടായിട്ട് നമ്മള് വീട്ടിൽ കോമ്പൗണ്ടിൽ തന്നെ 3 ഫാമിലിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാലും എല്ലാവരും കൂടി കൂടുക. അതുപോലെ തന്നെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ പോയി എല്ലാവരും കൂടി കൂടുക. അങ്ങനെ ജോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഗൾഫിൽ പോയപ്പോൾ ഞാനും ഷാമയൊക്കെ അയബ് മാത്രമായിട്ടുള്ള ആ ഒരു ഉൾവഴിക്ക് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഫാമിലി വൈസ് നോക്കുമ്പോൾ ഉമ്മാനും ഉപ്പാനും എല്ലാവരും നോക്കുമ്പോൾ നാട്ടിലാണ് ഇഷ്ടം. അല്ലാണ്ട് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഗൾഫിലാണ് ഇഷ്ടം. ഹസ്ബൻഡും പോലും അറിയാത്തൊരു സീക്രറ്റ് പറയാമോ? അങ്ങനത്തെ ഒരു സീക്രറ്റ് ഇല്ല. അങ്ങനത്തെ സീക്രറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഷാമിയക്കയുടെ ഒട്ടുമിക്ക ഷെയർ ചെയ്യുന്ന ആളാണ്. ഇവിടെ എല്ലാവരും പറയട്ടെ, ഞാൻ മിക്ക കാര്യങ്ങളും പെട്ടെന്ന് ഷാമിയക്കയോട് പറയാ അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഒന്നും മറിച്ചേക്കാൻ ഞാൻ പൊതുവെ നല്ല ഓപ്പൺ മൈൻഡഡ് ആളാണ്. അങ്ങനെ ആരെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് കുറേ സംസാരിക്കും. അങ്ങനത്തെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആളാണ്. അപ്പൊ ഒന്നും ഞാൻ അങ്ങനെ ഇപ്പിന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയാലും പാസ്റ്റിൽ എന്തിട്ടുള്ള ആയാലും എല്ലാ കാര്യങ്ങളും ഷാമിയക്കൊക്കെ അറിയാം. അങ്ങനെ സീക്രറ്റ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഷാമിയക്കയോട് പറയാത്തില്ല. പിന്നെ പറയാത്തുണ്ടാവും ഇതുപോലെ ഫാമിലി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഷാമിയക്കയോട് പറയാതെ, ഷാമിയക്കൊക്കെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാവും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലാണ്ട് സീക്രറ്റുകളൊന്നും ഞാൻ ഷാമിയക്കയോട് പറയാത്തില്ല കേട്ടോ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ അല്ല, ഐ വിഷ് വി ടോക്ക്ഡ് മോർ. ആരാന്നൊക്കെ അറിയില്ല, അതങ്ങനത്തെ ആരാന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇനിയും സംസാരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മൈ ഫ്രണ്ട് ഓൾവേസ് ടോക്ക്ഡ് അബൌട്ട് യു. ആരാണെന്ന് അറിയില്ല, ഫ്രണ്ട്സ് ഇതിനെ കുറിച്ച് എപ്പോഴും പറയാണ്ട് പറയും. താങ്ക് യു കേട്ടോ. പിന്നെ അടുത്തത്, ഇത്താനെ നല്ല ഇഷ്ടമാണ്, എന്ത് ക്യൂട്ടാണ് ഇത്താനെ കാണാൻ. താങ്ക് യു. എന്താ ചെയ്യാ. പിന്നെ അടുത്തത്, ലക്കി ടു ഹാവ് യു ബൈ സൈഡ്. അതും ഭയങ്കര കോംപ്ലിമെന്റ് ഉള്ള ഇതാട്ടോ. പിന്നെ നാട്ടിൽ പെട്ടെന്ന് വേറെ റീസൺ ഞാൻ നേരത്തെ ഇൻക്ലൂഡ് ചെയ്തല്ലോ. വിസിറ്റ് ആക്കിയ ഫേവറേറ്റ് പ്ലേസ് ടുഗെദർ. ഞാനും ഷാമിയൊക്കെ മാത്രമായിട്ട് ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് മൂന്നാർ മാത്രമാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കൊറോണ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂണായിട്ട് മൂന്നാർ പോയി. അത് അടിപൊളിയായിരുന്നു, അടിപൊളി ഒരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ 8 monthsന് ശേഷമാണ് ഖത്തറിൽ പോണത്. പിന്നെ കൊറോണ ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആനിവേഴ്സറിക്ക് അവിടുന്ന് റിസോർട്ടിലേക്ക് പോയി. അതും പിന്നെ എല്ലാവരും ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് ട്രിപ്പ് പോയിട്ടില്ല. പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് ഫാമിലി ആയിട്ട് പോയിട്ടില്ല. അതുപോലെ പിന്നെ ഐബുനായിട്ട് പോയത്, ജോർജിയക്കായാലും ഷാമിയക്കയുടെ ഫ്രണ്ട്സിനായിട്ട് പോയുള്ളത്, മലേഷ്യക്കായിട്ട് ഫാമിലി ആയിട്ട് പോയി. ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് ആകെ മൂന്നാറിക്ക് മാത്രമാണ് പോയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മലേഷ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പോയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി സ്ഥലം കേട്ടോ. ഭയങ്കര ലൈവ്ലി,
എന്താ പറയാ, മലേഷ്യ ഭയങ്കര വൈബ് സ്ഥലമാണ്. ആകെ ഫുഡ് ഒഴികെ, ഫുഡൊക്കെ വല്ലാണ്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല, ഫുഡ് വലിയ സുഖമല്ല. പക്ഷെ അല്ലാണ്ട് നമുക്ക് നൈറ്റ് ലൈഫ് ആയാലും എന്തായാലും അടിപൊളി സ്ഥലമാട്ടോ. എനിക്ക് ജോർജിയ വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. തണവിന്റെ ഒരു മഞ്ഞിന്റെ കേസ് മാറ്റി വെച്ചാൽ ബാക്കിയൊന്നും വലിയ ലൈവ്ലി സ്ഥലമല്ല. പിന്നെ ഐബൂനായിട്ട് ട്രിപ്പാണോ അല്ലാത്ത ട്രിപ്പാണോ ഇഷ്ടം? ഇപ്പൊ ഐബൂനായിട്ട് അല്ലാണ്ട് ഇപ്പൊ ഞങ്ങളുടെ മൂന്നാർ പോയത്, നമ്മൾ ഹണിമൂൺ ഫേസ് ആകുമ്പോൾ നമുക്കത് എന്തുകൊണ്ട് സ്പെഷ്യൽ ആണല്ലോ. കാരണം ഹണിമൂൺ നമുക്ക് എല്ലാവർക്കും ഒരു കല്യാണം കഴിഞ്ഞ് നമ്മൾ മാത്രമുള്ള ഒരു സ്റ്റേജാണ്, അത് നമുക്ക് എന്തുകൊണ്ട് സ്പെഷ്യലാണ്. പിന്നെ പോയുള്ളതൊക്കെ ഐബൂനായിട്ടാണ്. അപ്പൊ അങ്ങനെ വേർതിരിച്ച് അത് അടിപൊളിയായിരുന്നു. ഐബൂനായിട്ട് പോയുള്ളതിൽ മലേഷ്യ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കാരണം ഐബൂന് വലിയ ക്രാക്കിംഗ് സംഭവങ്ങളും. ഐബൂ ഞാൻ പോയുള്ളത് 1 ഇയറും 1.5 ഇയർ ഉള്ളപ്പോൾ എന്തോ ആണ് 1.5 ഇയർ. അപ്പൊ ഐബ് വലിയ കുഴപ്പമില്ല. പക്ഷെ മറ്റേ ജോർജിയ പോയപ്പോ ഐബ് കുറച്ചൊരു സീനായിരുന്നു, കുറച്ച് വലുതായില്ലേ. അങ്ങനെ ഇത് നല്ല ബോൾഡ് ആണല്ലോ, ഐ റൈറ്റ്? നോ 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 നോ, ഞാൻ ബോൾഡേ അല്ലാത്ത ആള്, തീരെ ബോൾഡ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതായത് ഇന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഇക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഇന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാർ ഇന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് സങ്കടവും. അതായത് ഉമ്മ ഷാമിയൊക്കെ അവരൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കറിയും, പെട്ടെന്ന് സങ്കടവും. ഇപ്പൊ ഇന്നെ അറിയാത്ത ആൾക്കാർ ഇന്നെ കുറിച്ച് എന്തെന്നെ പറഞ്ഞാലും ഞാൻ പുല്ലുവല്ല, ഞാൻ മൈൻഡേ അല്ല, എന്തെന്നെ പറഞ്ഞോട്ട് വിചാരിക്കും. എനിക്ക് യാതൊരു വക വിഷയമല്ല. പക്ഷെ ഇന്നെ അറിയുന്ന ആൾക്കാർ പറഞ്ഞ ഭയങ്കര സങ്കടം. പിന്നെ അതുപോലെ തന്നെ ഞാൻ അധികമൊന്നും ആൾക്കാരോട് തിരിച്ചു പറയാത്ത അങ്ങനത്തെ ടൈപ്പുള്ള ആളായിരുന്നു, തീരെ ബോൾഡ് ആയിരുന്നില്ല. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ സാഹചര്യത്തിനനുസരിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങൂട്ടാ, പറയാറുണ്ട്. പണ്ടത്തിനായിട്ട് കമ്പയർ ചെയ്തിട്ട്, കാരണം നമുക്ക് ജീവിച്ചു പോകണ്ടേ, അല്ലാണ്ട് ശരിയാവില്ലല്ലോ. പണ്ടും ഞാൻ ആരോടൊന്നും അങ്ങനെ തിരിച്ചു പറയില്ല, ആരെന്ത് പറഞ്ഞാലും മുണ്ടാണ്ട് വെക്കും, എന്നിട്ട് ഇങ്ങനെ അവിടെ പോയി അങ്ങനെ ആവണം. ഇപ്പൊ കുറച്ചൊക്കെ തിരിച്ചു പറയാൻ തുടങ്ങി, അങ്ങനത്തെ ആളാണ്. പക്ഷെ ബോൾഡേ അല്ല കേട്ടോ, ബോൾഡ്നെസിന്റെ കേസിൽ പക്ക സീറോ. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ഉള്ള ആളാണ്. ഇന്റെ കംഫർട്ട് ഫുഡ്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡും ഞാൻ ഉണ്ടാക്കണ ഫുഡും അല്ലേ. എനിക്ക് ഇഷ്ടമുള്ള ഫുഡിൽ ഞാൻ കംഫർട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഞാൻ ഉണ്ടാക്കിയ ഫുഡിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായി തോന്നുന്നത് ബിരിയാണി. എനിക്ക് ചെമ്മീൻ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാറ്. അങ്ങനെയല്ല, ഞാൻ 2-3 വട്ടം ഉണ്ടാക്കിയിട്ടും ഫ്ലോപ്പ് ആയിട്ടില്ല, നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ വാട്ട് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി യു തിങ്ക് ആസ് യു ആർ? അപ്പൊ എനിക്കുള്ളൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ, അതായത് ഞാൻ വേഗം ആൾക്കാരായിട്ട് അഡാപ്റ്റ് ആവും. ഇപ്പൊ ഞാൻ എവിടെ പോയാലും പെട്ടെന്ന്, ഇപ്പൊ ഒരു ഗ്യാങ് ഉണ്ട് വെച്ചാൽ ആ ഗ്യാങ്ങിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇഴകി ചേരും. എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തേക്ക് കുറച്ച് സങ്കടം ഉണ്ടായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സറൗണ്ടിങ് ഇടുകയും ചെയ്യും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഞാൻ. എവിടെ കൊണ്ടുപോയാലും ആൾക്കാരായിട്ട് പെട്ടെന്ന് സംസാരിച്ച് ആൾക്കാരായിട്ട് അഡാപ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് എന്റെ ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഡ്രീം വെക്കേഷൻ, എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള 2 സ്ഥലങ്ങളാണ് മണാലി, മാൽദീവ്സ്. അതാണ് എനിക്ക് കല്യാണത്തിന് മുമ്പ് തൊട്ടിട്ട് പോകാൻ ആഗ്രഹം. പക്ഷെ രണ്ടും എൻ്റെ ഡിഫറെന്റ് സ്ഥലങ്ങളാണ്. മണാലി എന്ന് പറയുന്നത് നല്ല തണുള്ള സ്ഥലമാണ്, മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ ബീച്ച് ചൂടുള്ള സ്ഥലമാണ്. ഈ 2 സ്ഥലങ്ങളാട്ടോ. പേഴ്സണാലിറ്റി ആണോ ലുക്കാണ് ഞാൻ ലുക്ക് ഔൺ ചെയ്യാന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ബോധമില്ലാത്ത സമയത്ത് ആൾക്കാര് ലുക്ക് നോക്കാം, അവർ നല്ല ഭംഗിയില്ല, സൂപ്പർ. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ലുക്ക് വേസിൽ പിന്നെ ആൾക്കാർ സംസാരിച്ചിട്ടൊക്കെ ആൾക്കാരെ ഇപ്പൊ ഇന്റെ പോലത്തെ വൈബിൾ ആൾക്കാർ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അറൗണ്ട് ഞാൻ എല്ലാം പറഞ്ഞെന്നാണ് വിചാരിക്കണേ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല വ്ളോഗ്സ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.